നമ്മുടെ ബേസിൽ ജോസഫിന്റെ ഷെഫ് അശ്വിൻ ഈ റീസെന്റ് ഇന്റർവ്യൂസിൽ വളരെ വൈറലാക്കിയ ഒരു റെസിപ്പി ഉണ്ട് കേട്ടോ, പ്രോൺസ് നിർവാണ. അതിന്റെ ഒരു പച്ച കളർ കണ്ടപ്പോൾ ആ കളറാണ് എനിക്ക് ഒരു ആകർഷണം ഉണ്ടായത്. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. വളരെ സിമ്പിളാണ്, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപാര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിൽ വലിയ ചെമ്മീനാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്, ചെറുത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. മെയിൻ ഇതിന്റെ മസാല, കൈ നിറച്ച് മല്ലിയല്ല, ഇച്ചിരി തണ്ടോടെ ഇട്ടാൽ രുചി കൂടും. പച്ചമുളക്, അത് കാന്താരിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം. കറിവേപ്പില, പിന്നെ ലേശം കുരുമുളക്, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാലയുടെ ഇച്ചിരി ഇടാം. പിന്നെ വിനീഗർ, വൈറ്റ് വിനീഗർ, പിന്നെ വെളിച്ചെണ്ണ. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്. ഇങ്ങനെ കുറച്ച് മഷി പോലെ ഉണ്ടാവണം കേട്ടോ, പേസ്റ്റ് ആയിട്ട് വെള്ളം പോലെ ഉണ്ടാവരുത്. അപ്പോൾ 1/2 കിലോ പ്രോൺസ്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല. ഇത് നന്നായിട്ട്, ഞാൻ പിന്നെയും പറയുന്നത്, മസാലയിൽ ദയവായി വെള്ളം ചേർക്കരുത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ അരച്ചെടുക്കാൻ നോക്കാം. ഉപ്പും ഇട്ട് ഇത് കുറച്ച് നേരം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ്സ് വെക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ പ്രോൺസിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പാൻ ചൂടാക്കാം. അഗെയിൻ വെളിച്ചെണ്ണ. ഓരോ ചെമ്മീനും നമുക്ക് സ്നേഹത്തോടെ ഇങ്ങനെ വിതറി കൊടുക്കാം. പയ്യെ ഇതൊന്ന് വേവിച്ചെടുക്കാം. എന്നുവെച്ചാൽ അതിൽ സിമ്പിളൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെമ്മീൻ അധികം വേവൊന്നുമില്ലല്ലോ. നമ്മൾ അധികം വേവിക്കുമ്പോൾ ഇറ്റ് ടേൺ റബ്ബറി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. തിരിച്ചും മറിച്ചും ഇട്ടും ഒന്ന് നമുക്ക് ചെമ്മീൻ നല്ല രീതിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ. കഴിഞ്ഞിത്രയുള്ള സംഭവം. നമ്മൾ ഹോം മെയ്ഡ് തേങ്ങാപ്പാൽ. ഞാൻ പാലെടുത്തപ്പോഴേ ഇച്ചിരി വെള്ളം കൂടിപ്പോയി. നിങ്ങൾ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്താൽ നല്ല, ഇപ്പോൾ ഒരു കളറ് കണ്ട, പച്ച കളറില്ലേ, അപ്പം ഈ തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പോഴുണ്ടല്ലോ അത് വേറെ ഒരു പച്ച കളറായിട്ട് മാറും. കളറാണ് ആകർഷണം സത്യമായിട്ടും. പിന്നെ തേങ്ങാപ്പാലിട്ടിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല അടിപൊളി സത്യമായിട്ടും കൈ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം, ചോറ്, ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. പ്രോൺസ് നിർവാണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ലവ് യു ഗൈസ്. പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബൈ.